ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രമാത്രം പ്രയോജനകരമാണെന്ന് ഓരോ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ബയസിനെ കുറിച്ച്, അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും മൈൻഡ്ഫുള്ളായി, ആ വിഷയമാണ് ഇന്ന് ആന്റണി സാറിലൂടെ നമുക്ക് കേൾക്കാൻ പോകുന്നത്. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടുകൂടി ആന്റണി സാറിനെ. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ഈവനിങ് ടു എവരിബഡി. ഇന്നത്തെ നമ്മളുടെ വിഷയം ഹൗ ടു ഓവർകം ബയസസ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ്. മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബയസ്ഡ് ആണെന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത്. പല കാര്യങ്ങളും മനുഷ്യൻ പഠിക്കുന്നത്, പല സ്വഭാവ രീതികൾ മനുഷ്യൻ പഠിച്ചു വരുന്നത്, പല ഹാബിറ്റ്സ്, ബിഹേവിയർ പാറ്റേൺസ്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ജനനത്തിന് ശേഷമാണ് വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ബയസ് എന്ന് പറയുന്നത് മനുഷ്യന് ജന്മം കിട്ടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ശിശുവായി ജനിക്കുന്നതിന് മുമ്പ്, ആദ്യമായിട്ടുള്ള തന്നെത്താൻ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് തന്നെ ബയസസ് എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് വരുന്നുണ്ട്. അതേക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത്, അതായത് മനുഷ്യന്റെ സെൻസ് ഓർഗൻസ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന അതേ സമയത്ത് ആ കുഞ്ഞിന് അതിന്റെ മാതാവ് സംസാരിക്കുന്ന ആ പ്രാദേശികമായിട്ടുള്ള ഭാഷ അത് അങ്ങനെ അറിയുന്നുണ്ട്. അതുപോലെ ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തോട് ഒരു വൈകാരികമായ ഒരു അടുപ്പം അല്ലെങ്കിൽ താല്പര്യം കൂടുതൽ ജനിക്കുന്നു. അത് അതിന്റെ ജനനശേഷം, ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ മാതാവിന്റെ ആ ശബ്ദം അല്ലെ പിതാവിന്റെ ശബ്ദം, അത് ഏത് സാഹചര്യത്തിൽ, ഏത് പ്രാദേശിക തലത്തിലാണ് ജനിച്ചെന്നാൽ അവിടെ കിട്ടുന്ന അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആ ശബ്ദത്തോട് കൂടുതൽ ഒരു നൈഗവും അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയും, അത് തന്നെ അവർക്കുണ്ടാകുന്നു, ആ കുഞ്ഞിനുണ്ടാകുന്നു. നമുക്കൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കണ്ണു തുറക്കുന്ന ആ സമയത്ത് കാണുന്ന ആ ഏത് നിറമുള്ള ആൾക്കാരാണ് അവരോട് ബന്ധപ്പെടുന്നത്. അതായത് ഇപ്പം കേരളത്തിലാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആ നിറമുണ്ട്. ആ നിറത്തോട് അല്ലെങ്കിൽ അതിനോട് ആ മാതാവിന്റെ അല്ലെ പിതാവിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ആ നിറം തന്നെ ആ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് തന്നെ കയറുന്നു. അല്ലെങ്കിൽ അതിനോട് കൂടുതൽ അതേ രീതിയിലുള്ള ആളുകളെ കാണുമ്പോൾ അത് കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മരണം വരെ ഈ ബയസ് എന്ന് പറയുന്നത് മനുഷ്യനിൽ ഉണ്ടായിരിക്കും. അത് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു പരിധി വരെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ്സും ബയസും തമ്മിൽ ഉള്ള ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു മാനസികമായിട്ടുള്ള ഒരു ശുദ്ധീകരണം നടത്തുന്നു, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന ആ ഒരു മുറി നന്നായിട്ട് ശുദ്ധീകരിക്കുമ്പോൾ അവിടുത്തെ പൊട്ടും പൊടിയും അല്ലെങ്കിൽ അഴുക്കുകളെല്ലാം തൂത്ത് കളഞ്ഞ് അത് വളരെ സൗബർ അല്ലെങ്കിൽ അത് വളരെ ശുചി ഉള്ളതാക്കി തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മളുടെ വിചാരങ്ങളെ, നമ്മളുടെ ചിന്തകളെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാം ആഴത്തിൽ അടുത്തറിയുക, അതിനുള്ള ഒരു ജീവിത രീതിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ, ഓരോ വ്യക്തിക്കും വൈയക്തികമായ അവന്റെ തലത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള ഒരു സുസ്ഥിതി, ഒരു സോഷ്യൽ വെൽബീയിങ്, മറ്റുള്ളവരെ ജാതീയമായിട്ട് അല്ലെങ്കിൽ വർഗീയമായിട്ട് തരംതിരിക്കാതെ ഒരു സാമൂഹ്യമായ അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ, വ്യക്തികളിലും അതുപോലെ തന്നെ സമൂഹങ്ങളിലും കൂടുതൽ ഇന്റഗ്രേഷൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് അല്ലെങ്കിൽ ഈ ബയസുകളെ നമ്മൾ തിരിച്ചറിയണം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളുടെ മനോവികാരങ്ങളെയെല്ലാം അതുപോലെ ശാരീരികമായിട്ടുള്ള ആ സെൻസേഷൻസിനെ എല്ലാം അടുത്തറിയുന്ന ഒരു ജീവന കലയാണ്. അതിനു വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഹൗ ടു ഓവർകം ബയസസ് മൈൻഡ്ഫുള്ളി, ഇതാണ് വിഷയം. ഇന്നത്തെ ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഈ ക്ലാസിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ, വാട്ട് ഈസ് എ ബയസ്, എന്താണ് ബയസ്. ഇതിനു മുൻപ് ഞാൻ പ്രിജുഡീസസിനെ കുറിച്ച് വിശദമായിട്ട് ക്ലാസ് എടുത്തു. അപ്പൊ ഇവിടെ ഇന്ന് ബയസിനെ കുറിച്ചാണ്. അതുപോലെ ടൈപ്പ് ഓഫ് ബയസസ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ബയസസ് ആൻഡ് ഹ്യൂമൻ ബ്രെയിൻ,
ഹ്യൂമൻ ബ്രെയിനുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബയസ്. അതുപോലെ ഇമ്പാക്ട് ഓഫ് ബയസസ് ഇൻ അവർ പേഴ്സണൽ ആൻഡ് അവർ കളക്റ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ ഉണ്ടാകുന്നു. ദി മൈൻഡ്ഫുൾ വേ, ഹൗ ക്യാൻ വി ഓവർകം ബയസസ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് എ ബയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇതാണ്. ബയസ് റെഫേഴ്സ് ടു എ ടെൻഡൻസി, അതായത് നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ഓർ ആൻ ഇൻക്ലിനേഷൻ എന്ന് പറയാം. നമുക്കൊരു ഇൻക്ലിനേഷൻ എന്നുള്ളതിന്റെ കൃത്യം മലയാള വാക്ക് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്കറിയാം നമ്മളുടെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസികാവസ്ഥയിലേക്കുള്ള നമ്മളുടെ ചിന്താഗതികൾ എന്ന് പറയാം. ആൻ ഇൻക്ലിനേഷൻ സംടൈംസ് ഇറ്റ് ഈസ് അൺകോൺഷ്യസ്. നമ്മൾ ബോധപൂർവം ആയിരിക്കില്ല അത് ചെയ്യുന്നത്, അറിയുന്നത്. നമ്മൾ അറിയാതെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ബയസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബോധപൂർവം അറിയാതെയും അറിഞ്ഞും നമ്മൾക്ക് ബയസ്ഡ് ആകുന്നുണ്ട്. ദാറ്റ് ഇൻഫ്ലുവൻസസ്, അതായത് അത് നമ്മുടെ ജഡ്ജ്മെന്റിനെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് നെഗറ്റീവ് ആയിരിക്കും. ഓഫ് കോഴ്സ് നല്ല ബയസ് എന്നല്ല, പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് ചിലർക്ക് ഫേവറബിൾ ആയിട്ട് വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ജോലി സ്ഥലത്ത് കീഴ് ജോലിക്കാരനെ അല്ലെ ജോലിക്കാരിയെ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, ബയസ്ഡ് ആയിട്ടാണെങ്കിൽ തന്നെ അത് അവരെ സംബന്ധിച്ച് എന്താണ് ഒരു വിധത്തിൽ പറഞ്ഞ് എന്താണ് ഒരു പ്രൊമോഷന് അല്ലെങ്കിൽ കൂടുതൽ ജോലി സാധ്യതയ്ക്ക്, കൂടുതൽ ശമ്പള വർധന, ഇതിനൊക്കെ വരുമായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു ബയസ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അത് ബയസ്ഡ് ആയിട്ട് വരും. സോ ഡിസിഷൻ മേക്കിങ്ങിനെയും അതുപോലെ നമ്മളുടെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ളതിനെയൊക്കെ ബാധിക്കുന്നതാണ് ഒരു ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ബയസ് ഈസ് ദി ഓൾഡസ്റ്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ജനിക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യനിൽ ഉള്ളതാണ്. പിന്നെ അത് ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ്. അതാണ് നമ്മളുടെ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള നമ്മളുടെ ഓരോ തീരുമാനങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, അതിനനുസരിച്ചുള്ള നമ്മളുടെ സ്വഭാവ രൂപീകരണങ്ങൾ, നമ്മളുടെ പെരുമാറ്റ രീതികൾ, ഓൾഡസ്റ്റ് കണ്ടീഷനിങ് ആണ് ബയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പലപ്പോഴും ഓൾഡസ്റ്റ് ഫിയറും ഉണ്ടാകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് ഓരോ ഫിയർ വരുന്നത്, അതായത് ആദിമ മനുഷ്യൻ അവൻ ഭക്ഷണം തേടിയിരുന്നത് വനങ്ങളിലാണ്. അപ്പൊ എല്ലാ ശബ്ദങ്ങളെയും, ഏതെങ്കിലും ഭക്ഷണം തേടുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അത് ഭക്ഷണം തേടാൻ പോകുന്നു, തിരിച്ചു വരണമെന്നില്ല. അത് പലപ്പോഴും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂട്ടമായിട്ടാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യർ അന്ന്, അല്ലെങ്കിൽ സ്ത്രീകൾ വിധവകളായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആദിമ മനുഷ്യരുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ അതൊരു ഫിയറാണ്. ഏതെങ്കിലും ഒരു ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു വന്യമൃഗമായിരിക്കുമോ എന്നുള്ളതും ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഓൾഡസ്റ്റ് ഫിയേഴ്സ് ആണ്. ഇൻഹെറിറ്റഡ് പ്രെജുഡീസസ് ആണ് പറയാം. ബയസ് ഈസ് എ ഡിറ്റക്ടർ. സാറേ ആരോ ശബ്ദം ഉണ്ടാകുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ബയസ് ഈസ് എ ഡിറ്റക്ടർ എന്ന് പറയാം. അതായത് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്റേണൽ റൂൾസ് ഓർ സ്കീമ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മളുടെ രീതികളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ തലമുറകളായിട്ട് കരുതുന്ന ആ രീതികളെ കുറിച്ചുള്ള ഒരു ഇതാണ്. അതുപോലെ ഇന്റേണൽ റൂൾസ് ആണ്. പലപ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ബയസ്ഡ് അല്ലെങ്കിൽ ബയസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അടുത്തത് നമ്മളുടെ ബയസ് ആസ് എ ഡിറ്റക്ടർ എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ജീവിതത്തിൽ. ഓരോ നിമിഷവും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് അറിയാതെ പോകുന്നുണ്ട്. എങ്കിലും നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിനെ അത് നമുക്ക് ഒരു ബേസിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സോ അടുത്തത് അത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുമ്പോഴേക്കും എവരി ബാക്ക്ഗ്രൗണ്ട് മേക്സ് എ കോണ്ടെക്സ്റ്റ് നമുക്കൊരു അതായത് നമ്മളുടെ പെരുമാറ്റ രീതികളുടെ ഒരു ആ ജീവിത സാഹചര്യത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ കോണ്ടെക്സ്റ്റ് മേക്സ് അവർ സെൻസ് ഓഫ് ലൈഫ്. അതാണ് നമ്മളുടെ ആ ജീവിത രീതിയുടെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു സെൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. പർപ്പസ് അല്ല, എ സെൻസ് ഓഫ് ലൈഫ്. നമ്മളുടെ പെരുമാറ്റ രീതികൾ, നമ്മളുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഇതെല്ലാം നമ്മളുടെ ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. And then what happens is mind makes a pattern. അതായത് മനസ്സിന് എപ്പോഴും ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു ഇതുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ആ ബിഹേവിയർ പാറ്റേൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിഹേവിയർ പാറ്റേൺസ്, മൈൻഡ് മേക്സ് പാറ്റേൺസ്.
അതായത് നമ്മളുടെ പെരുമാറ്റ രീതികളുടെ ഒരു പാറ്റേൺസ് ഉണ്ട്. അതായത് ആ ബിഹേവിയർ പാറ്റേൺസ് എപ്പോഴും മൈൻഡ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിൽ പലതും നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇമോഷൻസ് ആർ അറ്റാച്ച്ഡ് ടു പാറ്റേൺസ്. അപ്പം മൈൻഡ് ഉണ്ട്, നമ്മളുടെ ആ ഇമോഷൻസ്, നമ്മളുടെ വികാരങ്ങളെ എന്ത് ചെയ്യുന്നു, ഈ പാറ്റേൺസിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അത് കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ നമുക്ക് നമ്മുടെ ആ പെരുമാറ്റ രീതികളിൽ നമുക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. സോ എവറി ഇമോഷൻ ഈസ് അറ്റാച്ച്ഡ് ടു പാറ്റേൺസ് എന്ന് പറയാം. അതാണ് നമ്മളുടെ ആ സ്വഭാവ രീതി അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ ഉണ്ടാകുന്നത്. ഇവിടെ നമുക്കറിയാം കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോഴേക്കും അതായത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ആകെയുള്ള നമ്മുടെ അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡിന്റെ 1% മാത്രമേ നമുക്ക് അതിലേക്ക് അക്സസിബിലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആക്സസ് നമുക്കുള്ളൂ. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 9% അല്ലെ 90% അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മളുടെ ബിഹേവിയർ പാറ്റേൺസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അക്യൂർ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും എല്ലാ സമയത്തും നമ്മളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് പോയി കാര്യകാരണങ്ങൾ സഹിതം വസ്തുതകളെ വിശദമായി പഠിക്കാനുള്ള ക്ഷമയില്ല. ഏതെങ്കിലും ഒരു റെഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും അൺകോൺഷ്യസ് മൈൻഡിലേക്ക്, കാരണം ഷോർട്ട് കട്ടുകളാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ എന്താണ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കണം, ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഹേവിയർ പാറ്റേൺസിലേക്ക് വരുമ്പോഴേക്കും നമ്മളുടെ ബ്രെയിൻ എപ്പോഴും പോകുന്നത് എപ്പോഴും ഞാൻ പറയുന്നില്ല, പക്ഷെ മിക്കപ്പോഴും അത് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നു. കാരണം ബ്രെയിനിന് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളുടെ അമിഗ്ഡാലയിലേക്കായിരിക്കും പെട്ടെന്ന് വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള റെഫറൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടുകളാണ്. കാര്യകാരണ സഹിതം ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരാത്തത് കൊണ്ട് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ബ്രെയിൻ എപ്പോഴും റെഫർ ചെയ്യുന്നു. അൺകോൺഷ്യസ് മൈൻഡിലുള്ള ആ റിപ്ലൈ, അല്ലെങ്കിൽ അതിന്റെ ആ സ്റ്റിമുലൈ അനുസരിച്ച് അത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതാണ് നമ്മളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് മോസ്റ്റ് കോമൺ ബയസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ധാരാളമുണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ബയസസ് നമ്മളിലുണ്ട്. പക്ഷെ എന്നാലും ഒന്നാമത്തേത് റേഷ്യൽ ആണ്. അറിയാം, വർഗീയമായിട്ടുള്ളത്. പിന്നെ എത്തിനിസിറ്റി, ജെൻഡർ, എത്തിനിസിറ്റി, റേസ് എന്നൊക്കെ പറയുന്നത് വിദേശ രാജ്യങ്ങളിലാണ് കൂടുതൽ കാണുന്നത്, എന്നാലും നമ്മുടെ നാട്ടിലുണ്ട് ജാതീയമായിട്ടുള്ളത്. അടുത്തത് ജെൻഡർ ഡിഫറൻസസ് ആണ്, അത് നിങ്ങൾക്കറിയാം. പിന്നെ റിലീജിയൻ, ഓഫ് കോഴ്സ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മതപരമായിട്ടുള്ള ബയസസ് എപ്പോഴും, അതായത് ഓരോ മതവിശ്വാസിയും കരുതുന്ന എൻ്റെ മതമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾക്കറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അടുത്തത് സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. നമുക്ക് പരിചിതമല്ലാത്ത, ഇപ്പം കൂടുതലായിട്ട് ഇവിടെ യൂറോപ്പിലല്ല, വെസ്റ്റേൺ കൺട്രീസിൽ പല മതങ്ങൾ തന്നെ, ക്രിസ്തു മതത്തിൽപ്പെട്ട പല വിഭാഗങ്ങളും ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലെസ്ബിയൻസിന്റെ അതിനെ അംഗീകരിക്കുന്നുണ്ട്, സമൂഹം അതിനെ അംഗീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കത് പറ്റിയല്ല. അല്ലെ ട്രാൻസ്ജെൻഡർ, അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും വ്യക്തിപരമായിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ച് നമുക്ക് വളരെ വികലമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലല്ല അതിനെ നമ്മൾ തുറച്ചു നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഡിഫറൻസ്. ദെൻ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇത് ഒരു ബയസിന്റെ കാരണമാണ്. അവന് വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണെന്നൊക്കെയുള്ള തരത്തിലുള്ള ബയസ്. ഇത് വെസ്റ്റേൺ കൺട്രീസുകളിൽ കാണുന്നതാണ്. നമ്മളുടെ നാട്ടിൽ അരശു എന്ന് പറയുന്ന ഒരു മരത്തിന്റെ, അല്ലെങ്കിൽ ഇതുണ്ട് കൃത്യമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ആ വിഭാഗത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആ ഫാമിലിയിൽപ്പെട്ട ഒരു മരമാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാലിഫോർണിയ അല്ലെങ്കിൽ യൂറോപ്പ് ഇങ്ങനെയുള്ള അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഈ മരങ്ങൾ സർവ്വസാധാരണമാണ്. ഈ ഒരു മരം എന്ന് പറയുന്നത് വേരുകളിൽ നിന്നാണ് അതിന് പടരുന്നത്. ഈ വേരുകൾ, അതായത് ചിലപ്പം പതിനായിരക്കണക്കിന് ഹെക്ടാർ ഈ മരങ്ങളുണ്ട്. ഈ മരങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ മരങ്ങളെല്ലാം ഓരോ മരങ്ങളാണെന്ന്. പക്ഷേ ഇത് വേരുകളിൽ നിന്ന് വരുന്നത് കൊണ്ട് വേരുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ മനസ്സും, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ വ്യക്തിയും. ഇവിടെ ഈ ഒരു ആസ്പെൻ എന്ന് പറയുന്ന ഈ ഒരു മരത്തെ എടുത്താൽ നമ്മൾ ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് മരങ്ങൾ ഒരു സ്ഥലത്ത് നിൽപ്പുണ്ടെങ്കിൽ ആ മരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ അൺകോൺഷ്യസ് വേരുകളിലാണ്, അതായത് ഉപരിതലത്തിലല്ല. ഈ മരം
പുറമേ നമ്മൾ നോക്കുമ്പോൾ ഓരോ മരങ്ങളായിട്ട് തോന്നുമെങ്കിലും അതിന് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെയാണ് നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും വരുന്നത്. ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽസ് ആണ്, അതിൽ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ അല്ലെങ്കിൽ ആ വേരുകൾ പോലെ, അതായത് നമുക്ക് കാണാൻ സാധിക്കാത്ത മണ്ണിനടിയിലുള്ള ആ വേരുകളാണ്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ബയസസിനെ കുറിച്ച് കൂടി പറയാം. ഒന്നാമത്തത് കോഗ്നിറ്റീവ് ബയസസ് എന്ന് പറയും. ടെൻഡൻസി, അതായത് നമുക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ളത് ഇത് തന്നെ 100 കണക്കിന് കോഗ്നിറ്റീവ് ബയസസ് ഉണ്ട്. ഇതേക്കുറിച്ച് തന്നെ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഹിഡൻ ബയസസിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുക. ഇങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. എ ടെൻഡൻസി ടു ആക്ട് ആർ ഇൻ ഇറാഷണൽ വേ, ഏതെങ്കിലും നമുക്ക് റാഷണൽ ആയിട്ട് നമുക്ക് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതാണെങ്കിൽ പോലും നമ്മൾ ഇറാഷണൽ ആയിട്ട്, കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് കാര്യകാരണ സഹിതമല്ല നമ്മൾ പലപ്പോഴും തീരുമാനം എടുക്കുന്നത്, പെട്ടെന്ന് സഡൻ ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ കിട്ടുന്ന ഇൻഫർമേഷനെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത അങ്ങനെയുള്ള ഒരു ബയസിനെയാണ് കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്നത്. ഈ ബയസസ് എപ്പോഴും മോസ്റ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. അടുത്തത് പ്രിജുഡീസസ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഒരു മാസം മുമ്പ് എടുത്തപ്പോൾ പ്രിജുഡീസസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ എടുത്തതാണ്. അതുപോലെ ആ പ്രിജുഡീസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രീ ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള നമ്മളുടെ ആ വാസന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് എന്ന് പറയുമ്പോൾ അതൊരു എബിലിറ്റി അല്ല, നമ്മളുടെ ആ ടെൻഡൻസി എന്ന് വേണേൽ പറയാം, ഓർ ഇൻക്ലിനേഷൻ എന്ന് പറയാം. ഇൻസ്പയർ ടു ഒപ്പീനിയൻ, അതായത് നമുക്ക് പെട്ടെന്ന് പ്രിജുഡീസ് ഉള്ളത് കൊണ്ട് നമ്മളത് കാര്യകാരണങ്ങളെ കുറിച്ച് അറിയാതെ, അല്ലെങ്കിൽ വേണ്ടത്ര ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാതെ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതപരമായിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നു. ഇതും ഒരു ബയസിന്റെ ഒരു ഭാഗമാണ്. ബയസസും പ്രിജുഡീസസും തമ്മിൽ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പാടില്ല, പലപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എ പ്രീ ജഡ്ജ്മെന്റ് യൂഷ്വലി നെഗറ്റീവ് ഓർ അൺഫേവറബിൾ ആയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിലീജിയൻ, അല്ലെങ്കിൽ റേസ്, ജെൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ കണ്ടീഷൻഡ് ആയിട്ടുള്ള പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ബയസസിനകത്ത് വരുന്നത് കോണ്ടെക്സ്റ്റൽ ബയസ് എന്ന് പറയും. റെഫേഴ്സ് ടു വെൻ ആൻ എക്സ്പെർട്ട് ഹു ഹാവ് ഗുഡ് ഇന്റൻഷൻ, നല്ല ഇന്റൻഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും ആ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് വരുമ്പോഴേക്കും മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ളതുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതിയ ഒരാൾ, അല്ലെങ്കിൽ സാധാരണ കേൾക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ PSC എന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പരീക്ഷ എഴുതി ജയിക്കുന്നയാളും അയാളുടെ കഴിവും എക്സ്പീരിയൻസിനും കൂടാതെ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇൻഫ്ലുവൻസുകൾ, അത് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കാം. ഞാൻ ഇവിടെ വിശദീകരിച്ച് അതിന്റെ ഉദാഹരണങ്ങൾ പറയണമെന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോണ്ടെക്സ്റ്റൽ ബയസസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ റൈറ്റ് കാൻഡിഡേറ്റ്സിന് കിട്ടാതെ, ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, അവർക്ക് കിട്ടാതെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ജോലി കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയെന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ഉണ്ടാകുന്ന തീരുമാനങ്ങളാണ്. അല്ലെങ്കിൽ മറ്റൊന്ന്, അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ജഡ്ജ്മെന്റ്. ഒരു ജഡ്ജ് ഏതെങ്കിലും തരത്തിലുള്ള മീഡിയയെ ആശ്രയിച്ചാണ് തീരുമാനങ്ങൾ, ജഡ്ജ്മെന്റ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമി, അല്ലെങ്കിൽ റിസർച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ആ ബയസസ് ഉണ്ടാകും. അവര് ഓരോ തീരുമാനങ്ങൾ എടുക്കും, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ പലപ്പോഴും അവർക്ക് വേണമെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ, ആശയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് മനുഷ്യരെ, സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. അടുത്തത് കോൺഷ്യസ് ബയസ് ഓർ എക്സ്പ്ലിസിറ്റ് ബയസ് എന്ന് പറയും, അടുത്ത ഒരു ടൈപ്പ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ട് നമ്മൾ, നമുക്കറിയാം നമ്മൾ ബയസ്ഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആണ്, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്താണ്, നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കും. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരിലൊക്കെ കാണുന്നതാണ്. എന്താണ്, അവർക്കറിയാം പക്ഷേ അവർ ചില കുട്ടികളോട് താല്പര്യം ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇവൻ മിടുക്കനാണ്, അല്ലെങ്കിൽ ഇവൾ മിടുക്കിയാണെന്ന് പറയും. അല്ലെങ്കിൽ അവർ എഴുതുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും അത് കാണാതെ അവഗണിച്ച് ചിലപ്പോൾ മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് റാങ്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പം ഉദാഹരണമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളൊക്കെ അറിയാം, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ അത് ആ ബയസ് നമ്മൾ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പം പല മക്കൾ, അതായത് ഒരു കുടുംബത്തിൽ തന്നെ മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ, ഇങ്ങനെ പരസ്പരം നമ്മൾ ബയസോട് ആയിട്ട് പറയും, ഓ അവൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവനാണോ പറയുന്നത്, എന്നാ പിന്നെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഇന്നയാളാണ് ഒരു ക്ലാസ് എടുക്കുന്നത്, ഓ എന്നാ അതിന് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കും. ഇതുപോലെയുള്ള ബയസുകൾ നമ്മൾ കീപ്പ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പലപ്പോഴും അങ്ങനെ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്,
ഇത് ഒരു ബയസ്ഡാണ്. പിന്നെ നമ്മുടെ ക്ലോത്ത്സ്, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ അതെ നമ്മുടെ ഇപ്പൊ നാട്ടിലെ ചില ഡ്രസ്സ് ആയിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ പലപ്പോഴും അത് വളരെ തുറിച്ചു നോക്കും. കാരണം അവർക്കത് ഫെമിലിയർ അല്ല. അതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളുടെ ഇവിടെ സാധാരണ സംഭവിക്കാറുള്ള ഒരു 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 ബയസ് എന്ന് പറയുന്നത് നമ്മളുടെ ചില നാട്ടിലെ ചില റിലീജിയസ് ഗ്രൂപ്പുകൾ, അപ്പൊ ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യൻസ് ആകട്ടെ ഏതെങ്കിലും തരത്തിലുള്ളവർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സ്ട്രീറ്റിലൊക്കെ അവർ ചില പ്രദക്ഷിണങ്ങൾ അല്ലെങ്കിൽ ചില പ്രൊസഷനൊക്കെ നടത്തും. ഇവിടെയുള്ളവർ അത് ഇതല്ല, അവർ ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അടുത്തത് അൺകോൺഷ്യസ് ഓർ ഇംപ്ലിസിറ്റ്, നമ്മൾ അറിയുന്നില്ല. അൺകോൺഷ്യസ്, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. റെഫേഴ്സ് ടു സോഷ്യൽ സ്റ്റീരിയോ ടൈപ്സ്, സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ആ തിരിവുകൾ. അത് 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 എന്താണ്, നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നിയമം കൊണ്ട് എന്തേരം ശ്രമിച്ചാലും എത്ര വർഷങ്ങൾ തൗസൻഡ്സ് ഇയേഴ്സ് കഴിഞ്ഞാലും ഇതൊരിക്കലും മാറിയില്ല. കാരണം ഇത് എല്ലാ ജനങ്ങളിലും ഉള്ളതാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോഴേക്കും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കുന്നതായിരിക്കാം. നമ്മൾ അവെയർ ആകാത്ത അൺകോൺഷ്യസ് ഓർ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ബയസിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് അൺകോൺഷ്യസ് ഓർ ഇംപ്ലിസിറ്റ് ബയസസ്. അതിന്റെ കണ്ടിന്യൂഷൻ. അൺകോൺഷ്യസ് ബയസസ് ഡെവലപ്പ് അറ്റ് ആൻ ഏർലി ഏജ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കേൾക്കുന്ന ശബ്ദത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളുടെ ആ നിറം അനുസരിച്ച് അത് അങ്ങനെ കണ്ടുവരിക. കറുത്തവരായിട്ടുള്ള ആളുകളാണ് കാണുന്നതെങ്കിൽ അത് ഫെമിലിയർ ആകും. അപ്പൊ വെളുത്ത ആളുകളെ കാണുമ്പോഴേക്കും അവർക്കൊരു സ്ട്രേഞ്ച്നെസ് തോന്നും. പക്ഷെ അത് പിൽക്കാലത്ത് വളർന്നു കഴിയുമ്പോഴേക്കും അവരത് യൂസ്ഡ് ആകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ആ നിറം ഭേദം അല്ലെങ്കിൽ ഭാഷ, വർഗം, വർണ്ണം, ഇതിലെല്ലാത്തിനെ കുറിച്ചുള്ള ഇതുണ്ടാകും. അൺകോൺഷ്യസ് ബയസസ് ഹാവ് റിയൽ വേൾഡ് എഫക്ട്സ് ഓൺ ബിഹേവിയർ. അതായത് നമുക്കറിയാം, അതായത് ഈ അൺകോൺഷ്യസ് ബയസ് അനുസരിച്ചായിരിക്കും നമ്മളുടെ എല്ലാ വിധത്തിലും ഏത് നാട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുകൂലമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അവരോട് നമുക്ക് കൂടുതൽ മാനസികമായ അടുപ്പം തോന്നുന്നു. അല്ലാത്തവരോട് നമുക്ക് അകൽച്ച തോന്നുന്നു, അല്ലെങ്കിൽ അതൊരു ബയസ്ഡ് ആയിട്ട് നമ്മൾ കാണുന്നു. അൺകോൺഷ്യസ് ബയസസ് ആർ മാലബിൾ. അൺകോൺഷ്യസ് ബയസസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാം. എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് വഴി നമ്മളിൽ ഉണ്ടാകുന്ന ചില വികാരങ്ങൾ, അല്ലെങ്കിൽ സ്വഭാവ രീതികൾ, അല്ലെങ്കിൽ ഇൻക്ലിനേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ചില ജാതികളോട്, അല്ലെങ്കിൽ ചില നിറവ്യത്യാസങ്ങളിലുള്ളവർ, എത്നിക് കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ളവരോട് കുറെ കൂടി ഓപ്പൺ ആകാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ബയസസ്. എന്തിനാണ് നമ്മൾ ഈ ബയസസിനെ കുറിച്ച് അറിയുന്നത്? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ള നമ്മളുടെ മൈൻഡുമായിട്ട് നമ്മളങ്ങ് ജീവിച്ചു പോയാൽ പോരെ? എന്താണ് ഇതിന്റെ ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ് ബയസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ പീസ്. ഒറ്റ വാക്കിൽ അത് പീസ് എന്ന് ഞാൻ പറഞ്ഞാലും, നമ്മളുടെ ക്ഷേമം, നമ്മുടെ വെൽബീയിങ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഭദ്രത, ഇതിനെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ബയസ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അത് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. Then it helps to break away from the past and resonate within our choices. നമ്മളുടെ തീരുമാനങ്ങളിൽ, നമ്മളുടെ താല്പര്യങ്ങളിൽ, നമ്മളുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറെ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു നമ്മൾ ഒരു കാലാകാലങ്ങളായി നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന, അല്ലെങ്കിൽ നമ്മൾ പെരുമാറ്റ രീതിയിൽ നമ്മൾ കാണിക്കുന്ന ആ രീതിയിൽ നിന്ന് അല്പം കൂടി വ്യത്യാസപ്പെട്ട രീതിയിൽ നമുക്ക് പെരുമാറുന്നതിന് നമുക്ക് സാധിക്കും. അടുത്തത് പുട്ട് അവർ എക്സ്പീരിയൻസസ് ആൻഡ് ബിലീവ് സിസ്റ്റം ഇൻ എ പെർസ്പെക്റ്റീവ്. നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ കരുതുന്നത്, നമ്മൾ ഇത്രയും കാലം ശരിയാണെന്ന് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ബാധിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്ന ആ രീതികളെ കുറിച്ച് കുറച്ചുകൂടി മാറ്റി, ഇത് ശരിയാണോ ഞാൻ പറയുന്നത്, എൻ്റെ രീതികൾ, എൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ മതം, അല്ലെങ്കിൽ ജാതി, എൻ്റെ നിറം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഡിഫറെന്റ് ആംഗിളിൽ നമുക്ക് ചിന്തിക്കുന്നതിന് ഈ നമ്മളുടെ ബയസസിനെ കുറിച്ച് അറിയുന്നത് നല്ലതാണ്. വിക്ടറി ഓവർ ബോറോഡ് ബിലീവ്സ്. തലമുറകളായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് ചിലപ്പോൾ പുതിയതായിട്ട് പല ഇതുണ്ടാകും.
അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നമ്മൾ കരുതുന്ന മറ്റുള്ളവരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിനെ ഒന്ന് മാറ്റാൻ, അതിൽ നിന്നൊന്ന് വിമോചനം നേടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. ദെൻ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കൂടി നമ്മളുടെ ഈ ബയസ് മാറ്റി നമ്മളുടെ ആ ജീവിതത്തിലേക്ക്, നമ്മളുടെ മുഖ്യധാരയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിന്, എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കും. വൈഡൻ ആൻഡ് ഷാർപ്പൻ ലീഡർഷിപ്പ് വിഷൻ, അതായത് ലീഡർഷിപ്പിലുള്ളവര് അല്ലെങ്കിൽ ഭരണത്തിലുള്ളവര്, തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ളവര് അവരുടെ അവരുടെ ആ തീരുമാനങ്ങളിൽ ബയസ്ഡ് അല്ലാതെ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും മതമോ ജാതിയോ പൊളിറ്റിക്കൽ പാർട്ടിയോ അഫിലിയേഷനോ ഇതൊന്നും മാറ്റി ഒരു നല്ല ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും കണക്കിലെടുക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ലീഡർഷിപ്പിന് ഒരു നല്ല ക്വാളിറ്റിയിലേക്ക് വരും. കൂടുതൽ സെൽഫ് അവെയർനെസ് ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ് ഓർ സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ ബയസ്ഡ് അല്ലാതെ അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിഞ്ഞ് നമ്മളുടെ തീരുമാനങ്ങളിൽ എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുന്ന ഒരു കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അടുത്തത് പ്രൊമോട്ട്സ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റഗ്രേഷൻ. സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതാകാം. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ ഭാഷകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഇതിനെല്ലാം കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്റഗ്രേഷൻ നടത്തുന്നതിന് വേണ്ടി, അതായത് വിവിധ സംസ്കാരങ്ങളിൽ നിന്ന്, വിവിധ ജാതി മതഭേദങ്ങളിൽ നിന്നെല്ലാം വരുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, ഒരു സാമൂഹ്യമായ ഒരു സുസ്ഥിതിക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും മില്യൺ കണക്കിന് ഡോളറും യൂറോയും ഒക്കെ ചെലവാക്കുന്നുണ്ട്. പക്ഷെ അവർ പലപ്പോഴും അവരുടെ ഈ ലീഫ്ലെറ്റുകൾ ഉണ്ടാക്കുന്നതിനും ക്ലാസ്സുകൾ എടുക്കുന്നതിനും ഒക്കെ ഉണ്ടാണ്. ഒരു മൈൻഡ്ഫുൾനെസ് അപ്രോച്ച് ഇവിടെ ഒരിടത്തും തന്നെ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അടുത്തത് ഗെയിൻസ് പീസ് ആൻഡ് ഹാർമണി ഇൻ ദ സൊസൈറ്റി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ സാമൂഹ്യമായിട്ടുള്ള അവിടെ പീസ് ആൻഡ് ഹാർമണി നമുക്ക് കൂടുതൽ കിട്ടും. പ്രൊഡ്യൂസസ് ഐസൊലേഷൻ. ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാതെ നമ്മളെ ഐസൊലേറ്റ് ചെയ്യുന്നു. ഓരോ ജാതി അല്ലെങ്കിൽ മതവിഭാഗങ്ങളെ ഐസൊലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ബയസസ് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും വരും. ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ, ഒരു കുടുംബത്തില് അമ്മായിപ്പൻ അല്ലെങ്കിൽ മരുമകൾ ഇങ്ങനെയുള്ള ആളുകളോട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ബയസ്ഡ് ആണെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസം, ജോലി അല്ലെങ്കിൽ വേറെ അന്യജാതിയിൽ അങ്ങനെ പെട്ടവരാണ്, ഇങ്ങനെയുള്ളവരോട് കാണിക്കുന്നവരോടുള്ള അത് നമ്മളുടെ തന്നെ മനുഷ്യരുടെ എല്ലാവരുടെയും തന്നെ ഒരു ഐസൊലേഷന് കാരണമാകും. പക്ഷെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ഡിസ്ക്രിമിനേഷൻ മാറുന്നു, കൂടുതൽ ഐസൊലേഷൻ അല്ലാതെ അല്ലെങ്കിൽ കൂടുതൽ ഇന്റഗ്രേഷൻ നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും ഒക്കെ ഉണ്ടാകും. അടുത്തത് ബ്രെയിൻ ആൻഡ് നാച്ചർ. ഓക്കെ, ബ്രെയിനിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയുന്നത്, അതായത് ന്യൂറോളജിക്കൽ ആസ്പെക്ട് ഓഫ് ബയസസ് കുറിച്ചാണ്. ഓക്കെ, ജെന്നിഫർ എയർബർഹാർട്ട് എന്ന് പറയുന്ന അവർ നടത്തിയിട്ടുള്ള ആ പഠനത്തിന്റെ അനുസരിച്ച് അവർ പറയുന്നത് ബയസ് എന്ന് പറയുന്നത് നാച്ചുറൽ ബൈ പ്രോഡക്റ്റ് ദ വേ അവർ ബ്രെയിൻ വർക്ക്സ്. അതായത് ഇതൊരു നാച്ചുറൽ ബൈ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതാരംഭം മുതൽ മരിക്കുന്നിടം വരെ നമുക്ക് ഈ ബയസ് ഉണ്ടായിരിക്കും. ടു ബി ഹ്യൂമൻ മീൻസ് ടു ബി ബയസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മനുഷ്യന്റെ സ്വഭാവ രീതിയിലനുസരിച്ച് അവൻ പാരനോയിഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെറ്റർ ടു ബി പാരനോയിഡ് ടു സർവൈവ്. അവന്റെ സർവൈവൽ, ആ ഫിറ്റ്നസിന് വേണ്ടി, സർവൈവൽ ആകുന്നതിന് വേണ്ടിയിട്ട് ഈവൻ ഹി ഈസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പാരനോയിഡ് ആകുന്നതിന് അവന് കുഴപ്പമില്ല. ബയസസ് ഈസ് എ മെന്റൽ റെസിഡ്യൂ ഓഫ് ഹോമോ കാറ്ററിക്കൂസ്. അതായത് കാറ്റഗറിക്കൂസ് എന്ന് പറയുന്നത് ആന്റണി ജി ഗ്രീൻവാൾഡിന്റെ ഒരു പഠനത്തിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ അതായത് മനുഷ്യൻ കാറ്റഗറൈസ് ചെയ്യുകയാണ്. അതിനുള്ള ഒരു വലിയ ഇതാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അല്ലെ, ഹോമോ കാറ്ററിഗൂസ് എന്ന് പറഞ്ഞാൽ അതായത് കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങളെ കുറിച്ചും. നല്ലത്, ചീത്ത, എൻ്റെ ജാതി അല്ലെങ്കിൽ എൻ്റെ മതം, എൻ്റെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ സംസ്കാരം അല്ലെങ്കിൽ എൻ്റെ രാജ്യം എന്ന് വേണേൽ പറയാം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ, അയൽ രാജ്യങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ്? ഇതൊരു ഒരു 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 പ്രത്യേക വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പറയുന്നതിനകത്തും വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല, എങ്കിലും ഞാൻ പറയുകയാണ് ഈ കാറ്റഗറൈസേഷന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് ബയസസ് ആർ മൈൻഡ് ബഗ്സ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോഴത്തേക്കും ഒന്നുണ്ട്, അതായത് ബഗ്സ് എന്ന് പറയും. അതായത് ഒരു പ്രോഗ്രാം എഴുതി എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് പ്രൊഡക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ബഗ്സും ബാക്കിയുള്ള എല്ലാം കറക്റ്റ് ചെയ്ത് ശരിയാണോ നോക്കും എന്ന് പറയുന്ന പോലെ
ബയസസ് ആർ മൈൻഡ് ബഗ്സ്. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ബഗ്ഗാണ്. അത് തെറ്റിപ്പോകും ചിലപ്പോൾ. നമ്മുടെ മൊബൈല് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ബഗ്സ് ഉണ്ടാകുന്നത് പോലെ തന്നെ. ഓക്കെ ദെൻ അടുത്തത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അമിഗ്ഡാല ഫയർസ് അപ്പ് ഫോർ അവർ ഫിയേഴ്സ്. അതായത് ഇതാണ് ഇപ്പൊ നമ്മൾ ബയസ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഫിയർ കൊണ്ടാണ്. അമിഗ്ഡാല എപ്പോഴും അതുകൊണ്ടാണ് എൻ്റെ മതത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സംസ്കാരത്തിലേക്ക്, എൻ്റെ രാജ്യത്തിലെ, എൻ്റെ പൗരത്തിലേക്ക്, ഇന്ത്യക്കാര് അല്ലെങ്കിൽ കേരളീയര്, മലയാളികള് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള ഇതുണ്ടാകുന്നു. മറ്റുള്ളവരെ ശത്രുഭാവത്തോടു കൂടി കാണാനുള്ള ആ ഒരു ഇത് നമ്മുടെ അമിഗ്ഡാലയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. അടുത്തത് ഇവിടെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത് അത് റെക്കോർഡ്സ് ആൻഡ് മെമ്മറീസ്. അത് പെട്ടെന്ന് ഇതെല്ലാം ചെയ്യുന്നു. നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പൂർവികർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ്. നമ്മൾ ഒരുപക്ഷെ ഇരുട്ടത്ത് നമുക്കൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവർ എന്താണ് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കാൾ യുങ് പറയുന്നത് നമ്മളുടെ ആ ഒരു പൊട്ടൻഷ്യാലിറ്റി, നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി മനുഷ്യ ജന്മം മുതൽ, മനുഷ്യൻ എന്നുണ്ടായോ ഈവൻ വെജിറ്റേറ്റീവ് ലൈഫ് മുതൽ ഉള്ള ആ ഭയം, ഭീതി എല്ലാം നമ്മളിലുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം ഹിപ്പോകാമ്പസ് അത് കൂടുതലായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അത് നമുക്ക് പെട്ടെന്ന് അമിഗ്ഡാലയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്നു. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കൺട്രോൾസ് എബിലിറ്റി റീസൺ കൺസിഡർ. ഓക്കെ, ഇത് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ പലപ്പോഴും നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ബയസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു. കാരണം പെട്ടെന്ന് കൺക്ലൂഷൻസ് എടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ എപ്പോഴും ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ദെൻ അടുത്തത് ഇമ്പാക്ട് ഓഫ് ബയസസ്. എന്തുകൊണ്ടാണ് നമ്മൾ വാട്ട് ആർ ദി ഇമ്പാക്ട്സ് ഓഫ് ബയസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് നെഗറ്റീവ്ലി. നമ്മൾ കൂടുതൽ ബയസ്ഡ് ആകും തോറും എന്താണ് നമ്മളുടെ ഓവറോൾ വെൽ ബീയിങ്, നമ്മളുടെ വ്യക്തിപരമാകാം, സാമൂഹ്യമാകാം, അങ്ങനെയുള്ള എല്ലാത്തിനെയും അഫക്ട്സ് നെഗറ്റീവ്ലി. കാരണം വ്യക്തികളാണെങ്കിൽ ഈ ബയസ് കൊണ്ട് മറ്റുള്ളവരോട് എപ്പോഴും അകൽച്ചയും ഐസൊലേഷനും വഴക്കുകളും ഒക്കെ ഉണ്ടാക്കുന്നു. സമൂഹങ്ങളാണെങ്കിൽ ഇവരുടെ ജാതീയമോ വർഗീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലീജിയസോ അല്ലെങ്കിൽ നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവരുടെയും ആ വെൽ ബീയിങ്ങിനെ, മാനസികവും സാമൂഹ്യമായിട്ടുള്ള ഇറ്റ് സേസ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. കാരണം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവൻ ഇന്ന നാട്ടുകാരനാണ്. നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോഴത്തേക്കും മദ്രാസികൾ എന്ന് പറയുന്ന കേരളീയരെ, മദ്രാസുകാർ, പണ്ടത്തെ എപ്പോഴുള്ള തമിഴ്നാട്ടുകാരെ അവരങ്ങനെ വിഭാഗങ്ങളായിട്ട് കാണുകയും അവഗണിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ, ഇപ്പോഴങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് കാലത്ത് ഞാൻ കേട്ടിരിക്കുന്നു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇമ്പാക്ട് ഇൻഫ്ലുവൻസസ് ആക്ഷൻസ് ദാറ്റ് ഡിസ്ക്രിമിനേറ്ററി. നമ്മൾ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. എല്ലാ തരത്തിലും എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് ഉള്ള ഇമ്പാക്റ്റ് ആണ് ബയസിന്റെ ഒരു ഇതാണ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ, ജോലി കൊടുക്കുമ്പോൾ ഓരോരുത്തരും എൻ്റെ വിഭാഗത്തിൽപ്പെട്ടയാളാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചെയ്തികൾ, ചായ്വുകൾ ഇതെല്ലാം ഇതെല്ലാം അനുസരിച്ചാണെങ്കിൽ ഇത് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുന്നു. ക്രിയേറ്റ്സ് സോഷ്യൽ അൺട്രസ്റ്റ്. സാമൂഹ്യമായിട്ടുള്ള അൺട്രസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, കലാപങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. ഫോസ്റ്റർ പ്രിവിലേജ് ക്ലാസസ്. ഓക്കെ, അതുകൊണ്ട് പ്രിവിലേജ് ക്ലാസ്സുകൾ ഉണ്ടാകും. സാധാരണ ഞാനൊരു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. അന്തർദേശീയ സംഘടനകളിലുണ്ട്. ആ സംഘടനകളിൽ എല്ലാം തന്നെ നമ്മൾ വിചാരിക്കും അവിടെ നീതിയുണ്ട് എന്നൊക്കെ. നീതിയൊന്നും ഇല്ല. അവിടെ കൂടുതലും അമേരിക്കക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ പ്രത്യേകിച്ച് ഈ 2 രാജ്യങ്ങളുടെ തീരുമാനങ്ങളാണ്. കാരണം എപ്പോഴും പ്രൊമോഷൻസ്, മറ്റതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇവർക്കാണ് മുൻഗണന. അതുപോലെ തന്നെ അവരെ കൂടെ വിളിച്ചു പറയാൻ വേണ്ടി പ്രാദേശികമായിട്ടുള്ള എംബസികൾ ഉണ്ടാകും. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിൽ ഈ ഓർഗനൈസേഷനിലൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർ വിളിച്ചു പറയും ഇന്ന ആൾക്ക് പ്രൊമോഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിവിലേജ് ക്ലാസ്സുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മളുടെ സമൂഹത്തിലും നമ്മുടെ സാധാരണ ജീവിതത്തിലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെ സൃഷ്ടിക്കുന്നുണ്ട്. ദെൻ ബ്രീഡ്സ് ഇൻജസ്റ്റിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഇൻജസ്റ്റിസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും. കട്ടൈൽസ് പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ആ വ്യക്തിബന്ധങ്ങളെ അത് തച്ചുടയ്ക്കും. ദെൻ മൈൻഡ്ഫുൾ എഡ്യൂക്കേഷൻ. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക്? അതാണ് പ്രധാനപ്പെട്ട ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇതാണ്. മൈൻഡ്ഫുൾ എഡ്യൂക്കേഷൻ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്കൂളുകളിലും നമ്മൾ പരസ്പരം അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ബയസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി മൈൻഡ്ഫുൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം.
അത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഞാൻ പാശ്ചാത്യ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും വേണ്ടത്ര ഈ മൈൻഡ്ഫുൾനെസ് ഉണ്ട് എങ്കിൽ തന്നെ വേണ്ടത്ര രീതിയിൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ മൈൻഡ്ഫുൾനെസ് ഹെൽപ്സ് us ടു സീ. നമ്മളറിയാം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, ആ വികാരത്തിനനുസരിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നമ്മൾ നടത്തുന്നുണ്ട്. എന്താണ് നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒരു വാർണിംഗ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മളുടെ മനോവികാരങ്ങളെ അടുത്തറിയാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് എല്ലാ സാഹചര്യത്തിലും നമ്മളെ അനുദിന ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മൈൻഡ്ഫുൾനെസ് ഹെൽപ്സ് ടു ഡിക്രീസ് അവർ നെഗറ്റീവ് ബയസസ്. നമ്മുടെ നെഗറ്റിവിറ്റി, നിഷേധാത്മകമായ വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് അറിയുന്നു. അതൊരു പക്ഷേ ദേഷ്യമാകാം, അല്ലെങ്കിൽ വെറുപ്പാകാം, അല്ലെങ്കിൽ പ്രതികാര ചിന്തകളാകാം, അസൂയയാകാം. ഇങ്ങനെ ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്നു. ഇതും ഒരു ഭാഗമാണ് ബയസസ് എന്ന് പറയുന്നത്. അത് കുറയ്ക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. അടുത്തത് മൈൻഡ്ഫുൾനെസ് ക്യാൻ ഹെൽപ്പ് us ടു സീ അതേഴ്സ് ആസ് ഈക്വൽസ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വെറുപ്പ് അല്ലെങ്കിൽ ഈ ബയസസ് ഇല്ലാതെ കൂടുതൽ നമുക്ക് മറ്റുള്ളവരെ ഈക്വൽസ് ആയിട്ട് കാണാൻ, അവരുടേതായ നീതി, അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കും. അതുപോലെ ഇറ്റ് സസ്പെൻസ് അവർ ജഡ്ജ്മെന്റൽ ടെൻഡൻസീസ് ഓർ ജഡ്ജ്മെന്റൽ മൈൻഡ് എന്ന് പറയാം. നമ്മൾ സാധാരണ ഗൈഡഡ് മെഡിറ്റേഷൻ ഒക്കെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ നടത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് ഡോണ്ട് ജഡ്ജ്. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ നടത്തുന്ന സമയത്തുണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം, നമ്മളുടെ ചുറ്റുമുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ മനോവികാരങ്ങൾ, നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുന്നു, ശബ്ദം കേൾക്കുന്നു, ഉദാഹരണമായിട്ട് ഡോണ്ട് ജഡ്ജ്. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനകളും വിഷമം ഉണ്ടാകുന്നുണ്ട്, ഡോണ്ട് ജഡ്ജ്. അതായത് നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അനുദിന ജീവിതത്തിൽ നമ്മളുടെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന ആ ഒരു ജീവിത രീതിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് സെൽഫ് അവയർനെസ്. അറിയാം, നമുക്ക് കൂടുതൽ സെൽഫ് അവയർനെസ് നമുക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇൻ ഓർഡർ ടു റെക്കഗ്നൈസ് യുവർ ബയസസ്, ബയസസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നു. അടുത്തത് അലവിങ് അവർ ഇന്നർ ക്യൂരിയോസിറ്റി. അതായത് കൂടുതൽ ആളുകളെ കൈൻഡ്നെസ്സോട് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബയസോട് കൂടി നമ്മൾ മറ്റുള്ളവരെ കണ്ടിരുന്നെങ്കിൽ അത് മാറ്റി അവരെ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, പരിചയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ, അവരെ കുറെ കൂടി എംബ്രേസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്തത് ഇമോഷണൽ അവയർനെസ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇമോഷണൽ അവയർനെസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഡീസെൻറ്ററിങ് ഫ്രം നെഗറ്റീവ് തോട്ട് പാറ്റേൺസ്. നമ്മളുടെ തോട്ട് പാറ്റേൺസ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. അത് നമ്മളെ കൂടുതലായിട്ട് നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യരുത്, അല്ലെങ്കിൽ അവർക്ക് ഉള്ള നീതി അവർക്ക് കിട്ടേണ്ട നീതി നമ്മൾ നിഷേധിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇതുപോലെയുള്ള തോട്ട് പാറ്റേൺസ്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ്, അത് മൈൻഡിന്റെയും ബ്രെയിനിന്റെയും പ്രത്യേകതയാണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കൂടുതൽ ലവിങ് കൈൻഡ്നെസ് നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റും. അത് നമ്മുടെ ഫാമിലിയിലാകാം, നമ്മളുടെ ജോലി സ്ഥലത്താകാം, നമ്മളുടെ അയൽവക്കങ്ങളിലാകാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലാകാം, രാജ്യത്താകാം. മൈൻഡ്ഫുൾ ലിസണിങ് ആൻഡ് സ്പീച്ച്. കൂടുതലായിട്ട് മറ്റുള്ളവരെ കേൾക്കാൻ മൈൻഡ്ഫുൾ ലിസണിങ് ആൻഡ് മൈൻഡ്ഫുൾ സ്പീക്കിംഗ്, ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. മോർ ഓപ്പൺനെസ് ആൻഡ് ക്യൂരിയോസിറ്റി. അതായത് നമ്മൾ ഇന്ന് വരെ ബയസ്ഡോട് കൂടി അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ട് കണ്ടിരുന്നവരെ കൂടുതൽ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാനും, അവരിലുള്ള ആ നന്മ കാണാനും, അല്ലെങ്കിൽ അവരിൽ കൂടുതൽ നമ്മളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. അതായത് അവരെ കൂടുതൽ എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, ദെൻ പ്രൊട്ടക്ട് ടൈം ടു എക്സാമിൻ വാട്ട് ബയസസ് യു മൈറ്റ് ഹാവ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ബയസുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ചിന്തയുടെ ലോകത്തിലൂടെ ഇങ്ങനെ പോകും. വി ഐഡന്റിഫൈ അവേഴ്സെൽസ് വിത്ത് അവർ തോട്ട്സ്. അപ്പം ഇത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടാണ് വംശീയം അല്ലെങ്കിൽ ജാതീയം അങ്ങനെ അതുപോലുള്ള എല്ലാ ബയസുകളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. കാരണം ആരും പറയുന്നില്ല. ഇനി പറഞ്ഞാൽ തന്നെ വേണമെങ്കിൽ അവനെ അവഗണിക്കണം, അല്ലെങ്കിൽ അവന് നീതി നിഷേധിക്കണം, അല്ലെങ്കിൽ അവന്റെ ജാതിയോ മതമോ
അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ സാമ്പത്തികമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് അവനെ അകറ്റി നിർത്തണമെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മുടെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എക്സ്പാൻഡ് അവർ സോഷ്യൽ നെറ്റ്വർക്ക്. ഓക്കെ, നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ആ നെറ്റ്വർക്ക് നമ്മളുടെ വീട്ടില് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ അയൽവക്കം ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും നമ്മുടെ ആ സോഷ്യൽ നെറ്റ്വർക്കിന് അത് കൂടുതൽ കൂട്ടാൻ നമുക്ക് സാധിക്കും. ക്വസ്റ്റ്യൻ കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്സ്. ഓക്കെ, സാംസ്കാരികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിനാണ് നമ്മൾ പലപ്പോഴും സാംസ്കാരിക പൈതൃകം, എൻ്റെ സംസ്കാരം എന്നൊക്കെ പറയുന്ന ആ സാംസ്കാരിക പൈതൃകം പലപ്പോഴും വളരെ അപകടകരമായിട്ടുള്ളതാണ്, ബയസ്ഡ് ആണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്റ്റീരിയോ ടൈപ്സിനെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് പലപ്പോഴും. എല്ലാ രാജ്യക്കാർക്കും, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട്. ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ചല്ല പറയുന്നത്, എല്ലാവർക്കും ഉണ്ട്. ഈവൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കോ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഈവൻ രാജ്യങ്ങളിലുള്ള ആ സംസ്കാരത്തെ കുറിച്ച് ഇവർ പറയുമ്പോൾ ഇവർക്ക് ഇപ്പം എന്താണ് 100 വർഷത്തെ അല്ലെ 1000 വർഷത്തെ കൂടുതലൊന്നും സംസ്കാരം അല്ലെങ്കിൽ ആകപ്പാടെ ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത രാജ്യങ്ങളും ഊറ്റം കൊള്ളുന്നുണ്ട്. എന്തിന്? സംസ്കാരം എന്ന് പറഞ്ഞ്. എന്താണ് അത്? ദീസ് ആർ ഓൾ സ്റ്റീരിയോ ടൈപ്സ്. റിഫ്ലക്ട് ഓൺ യുവർ ഡിസിഷൻ. ഓക്കെ, എല്ലാ വിധത്തിലുള്ള നമ്മുടെ തീരുമാനങ്ങളെ നമ്മൾ മൈൻഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നീതിക്ക് നിരക്കുന്ന രീതിയിൽ, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ബയസിനെ കുറിച്ചാണ് വളരെ കൃത്യമായിട്ട് സാറ് സംസാരിച്ചത്. ആ വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക ഇപ്പം, അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്ക് നമുക്ക് പോകാം. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. പെട്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് പോയതിനു ശേഷം ചെയ്യാം. യെസ്, സെക്കൻഡ് അത് ചോദിക്കുന്നില്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം അല്ലേ? മെഡിറ്റേഷനിലേക്ക് പോകാം. ഓക്കെ, we start now. സെക്കൻഡ് സാറൊന്ന് പറയണം കേട്ടോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോന്നേ. സാർ ഒരു സെക്കൻഡ്, ഞാൻ മ്യൂട്ട് ചെയ്ത്, ഒരു സെക്കൻഡ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദിക്കാന്ന് ചോദിക്കും. ഒരു സെക്കൻഡ്. ജോർജ് സാർ. സാറേ, ഇത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് സാറ്. ഓക്കെ, ഞാനത് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തു. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ ആ പോയിന്റ് ഉണ്ടല്ലോ, അത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ സ്വത്വബോധം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നാടിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, അപ്പൊ അത് വേണ്ടെന്നാണോ അതോ അതിൽ നിയന്ത്രണം പാലിക്കണമെന്നാണോ? എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ഒത്തിരി അഭിമാനിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് ഒട്ടും നെഗറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ ഇതെല്ലാം പലപ്പോഴും നമ്മളുടെ സ്റ്റീരിയോ ടൈപ്പുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു, മറ്റുള്ള രാജ്യങ്ങൾ എല്ലാവർക്കും ഈവൻ 100, 10, 200 അല്ലെ 1000 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമില്ലാത്ത അവരും ഇവിടെ ഞാൻ ഇവിടുത്തെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ പറയാം, അവർക്കും വലിയധികം സാംസ്കാരികമായിട്ടുള്ള വലിയ ഇതൊന്നും പൈതൃകങ്ങളൊന്നുമില്ല. എന്നാലും അവരുടേതായിട്ടുള്ള ഇതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ള ആ സ്റ്റീരിയോ ടൈപ്പുകളാണെന്നാണ് ഞാൻ പറഞ്ഞത്. വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ബോധപൂർവം എന്താണെന്ന് തിരിച്ചറിയാനുള്ള അവബോധം നമുക്കുണ്ടാകണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ ഡിഡ്ന്റ് ജഡ്ജ് എനിത്തിങ്. ഓക്കെ, ക്ലിയർ ആയോ സാർ? അത് മനസ്സിലായി. എല്ലാവരെയും സമഭാവനയോടെ കാണുക അല്ലേ? പ്രതിപക്ഷ ബഹുമാനം. പ്രതിപക്ഷ ബഹുമാനത്തെക്കാളും അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ പറഞ്ഞു എടുക്കുന്നത്. അതിലെന്തെല്ലാം സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്തുണ്ട് എന്നുള്ള തിരിച്ചറിവ്, ആ അവബോധം നമുക്കുണ്ടാകണം. അതാണ് അതിന്റെ സാരാംശം, ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. അല്ല, അപ്പൊ നമ്മുടെ അതിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് തെറ്റാണോ? നമ്മുടെ അടുത്ത തലമുറയോട് നമ്മളിങ്ങനെയായിരുന്നു, നമ്മുടെ നാടിങ്ങനെയായിരുന്നു, അല്ലെ നമ്മുടെയൊക്കെ പാരമ്പര്യം, നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇതാണ്,
എന്ന് പറഞ്ഞ് നൽകുന്നത് ഒരു അപകടമാണോ അപ്പോ? അല്ലല്ലോ. ഒരു പരിധി വരെ അപകടമാണെന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാനത്. നമ്മളുടെ പലപ്പോഴും നമ്മളുടെ കുടുംബം, നമ്മളുടെ മഹിമ, നമ്മുടെ രാജ്യം, നമ്മളുടെ ഇതെല്ലാം തന്നെ എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്? എന്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്? ഞാൻ വീണ്ടും പറയുന്ന ആ ഊറ്റം കൊള്ളുക അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്ന പലതും അതിനകത്ത് ഞാൻ വ്യക്തിപരമായിട്ട് വലിയ അഭിമാനം കൊള്ളുന്ന കൂട്ടത്തിലല്ല. കുടുംബ പാരമ്പര്യങ്ങള് അല്ലെങ്കിൽ അത് തൊട്ടിങ്ങനെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് കേരളീയം അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് നമ്മൾ ശരിക്കും വളരെ കാര്യമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം വ്യക്തികളുടെ ആ ഇന്റഗ്രേഷൻ അതാണ് പ്രധാനപ്പെട്ടത്. കാരണം ഞാൻ പറയാം ഉദാഹരണമല്ല ഞാൻ പറഞ്ഞ, അതായത് ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞു എന്ന് കരുതുക. നല്ലതായിരിക്കാം, ഞാൻ അതിനെ കുറിച്ച് ഇപ്പം കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഓരോ വ്യക്തിയും നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആ ഇന്റഗ്രിറ്റി ഉണ്ടാകേണ്ടത്. ഇതല്ലാതെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒന്നിലല്ല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ അനുകരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എന്താണ് അനുകരിക്കുക അല്ലെങ്കിൽ കുടുംബ മഹിമ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഇപ്പൊ ഗാന്ധിജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെൽസൺ മണ്ടേല അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ അനുകരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ഹീറോസ്. അത് നമുക്ക് സാധിക്കില്ല. കാരണം ഓരോ വ്യക്തിയും യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. ആ ഇൻഡിവിജ്വൽസിന് അത് അവരുടേതായ രീതിയിലേ ജീവിക്കാൻ സാധിക്കുള്ളൂ. അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അനാവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള സാംസ്കാരികം അല്ലെങ്കിൽ കുടുംബപരം ഇത് പറയുമ്പോഴത്തേക്കും വ്യാപകമായിട്ട് വളരെ വിശാലമായിട്ട് ചിന്തിക്കണം. ഞാനൊരു കുടുംബം അല്ലെങ്കിൽ കുടുംബ മഹിമയെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ കരുതി വെക്കുന്ന വലിയ വില കൊടുക്കുന്ന ഈ പറയുന്നത് മറ്റുള്ളവരിലേക്ക് നമ്മൾ കൈമാറുന്ന എന്തോ അതിന്റെ അന്തസാരം എന്താണ്, അതിന്റെ ഇൻഹാൾട്ട് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കൊടുക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെ, ബയസ് ഒരു ഇൻബിൽറ്റ് ആണെന്ന് സാർ ഇടയ്ക്ക് പറഞ്ഞല്ലോ. ഇൻബിൽറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ഒരു അപകടമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഇങ്ങനെ നമ്മൾ പറയുന്നത് അല്ലേ? പലതും അപകടകരമായിട്ടുള്ളതാണ്. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജാതീയമായിട്ടുള്ള നമ്മളത് നിയമപരമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇനി ഇപ്പൊ ഇന്ത്യയിലെ ജാതിയെ പറ്റി പറയേണ്ട, വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ആ എത്നിക്കായിട്ടുള്ള ആ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കളറിന്റെ ആ തൊലിയുടെ ഇത് അനുസരിച്ചിട്ടുള്ള ആ റേഷ്യൽ പ്രിജുഡീസസ് ഇതെല്ലായിടത്തും ഉണ്ട്, എവിടെയും ഉണ്ട്, ലോകം മുഴുവനും ഉണ്ട്. ഓക്കെ ധന്യ, നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ഓക്കെ ധന്യ സാറേ, സാറേ ഒന്ന് പറയണം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു ആൻഡ് വി സ്റ്റാർട്ട് നൗ.
your eyes. The meditation is over now. Okay. സാറെ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. താങ്ക് യു സാർ. Thank you. Yeah. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം Mhm. നന്നായിരുന്നു. ഓക്കെ. മെഡിറ്റേഷനെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിക്കാം. രമാവതി മാം പറയും. Yes, please. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സാറേ. ഈ എന്താ പറയണ്ടേ, ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് സാറേ, എന്റെ ഹെഡ്ഫോണാണ്. വളരെ അതിന്റെ ഇടയിൽ ജോർജ് സാറ് പറഞ്ഞു കഴിഞ്ഞോ സാറേ? ആ, ഓക്കെ താങ്ക് യു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതില് ഇതിപ്പം എന്ന് പറയുമ്പോ നീതിയുക്തമല്ലാത്ത തീരുമാനം അല്ലേ സാറേ? അങ്ങനെ എടുക്കുമ്പോ ചെറുപ്പത്തിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും മനസ്സിൽ. സാറ് പറഞ്ഞ പോലെ അതിൽ നിന്ന് വ്യതിചലിക്കാത്ത ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോ അന്ധവിശ്വാസങ്ങളാവാം. അതുപോലെ സാറ് പറഞ്ഞ ഷോർട്ട് കട്ട്, നമുക്ക് ബോധമനസ്സും അബോധ മനസ്സും ഉണ്ടെങ്കിലും നമ്മൾ ചില തീരുമാനങ്ങള് പെട്ടെന്ന് അബോധ മനസ്സ് എടുത്ത് കളയും. നമുക്ക് അന്നേരം അതിനൊരു എന്താ പറയുക സമയം തരാതെ കണ്ട് അത് ചിലപ്പോ ആ തീരുമാനം തെറ്റായിരിക്കാം. പിന്നെ പറഞ്ഞ ജാതി അതുപോലെ സെക്ഷൽ അത് പിന്നെ സാഹചര്യം മനുഷ്യനെ കളനാക്കെന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു ചെറിയ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ സാറ് പറഞ്ഞത് ടീച്ചേഴ്സ്, അത് സാധാരണ സംഭവിക്കുന്ന, നമ്മള് സാധാരണ ചെറുപ്പം മുതൽ കണ്ടിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇഷ്ടപ്പെട്ട, അതായത് ആ സ്കൂളിൽ തന്നെ ടീച്ചറെ കുട്ടികൾ ഉണ്ടാവും. അപ്പം എല്ലാരോടും പറഞ്ഞിട്ട് ആ ടീച്ചറെ കുട്ടീനെ ഈ കുട്ടി കൊള്ളാം കേട്ടോ, ഈ കുട്ടീനെ നമുക്ക് ലീഡർ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാണ്ട്. അതുപോലെ കുടുംബത്തില് എന്ന് പറയുമ്പോൾ ഈ സ്വത്ത് വിതരണത്തിലെല്ലാം ഇഷ്ടപ്പെട്ട മക്കൾക്ക് കുറച്ചധികം അതിനെന്തെങ്കിലും ഒരു റീസൺ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാറേ. ഇതിപ്പോ ഞാൻ അധികം, എല്ലാവർക്കും അവസരം വേണമല്ലോ, ഞാൻ അധികം, പക്ഷെ അത് വളരെ നല്ല രീതിയിലുള്ള എന്താ പറയുക, സാറിന്റെ ഒരു ഓരോന്നും ഇങ്ങനെ അക്കോട്ടിട്ട് പറയുന്ന പോലെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു സാറേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. അതുപോലെ ഈ മെഡിറ്റേഷനിൽ ആരെങ്കിലും ഒക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, ആ മ്യൂസിക്കിന് ജാതി മതം ഇല്ലാത്തൊരു മ്യൂസിക് എപ്പോഴും സാറിന്റെ കയ്യിലുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. താങ്ക് യു സാർ. Thank you for your comment. Yeah. Okay. മോഹൻദാസ് സാറില്ല, സരസ്വതി മാം, ജോർജ് സാർ, അനുവിത. മോഹൻദാസ് സാർ. മെഡിറ്റേഷൻ നല്ലൊരു അനുഭവമായിരുന്നു. പ്രൊഫസർ ശേഷം ആദ്യമായിട്ടാണ് ഡീപ്പ് മെഡിറ്റേഷൻ കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാം മറന്നുള്ള ഒരു റിലാക്സേഷൻ ഉണ്ടാക്കി. Okay. Thank you, sir. Thank you. നല്ല ക്ലാസ് ആയിരുന്നു മാനേജ് സാറിന്റെ സെഷൻ. ഞാൻ ഇതിനു മുന്നേ പ്രജുഡിസിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഫീഡ്ബാക്ക് പറയുന്നതിന് മുന്നേ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ സെഷൻ നല്ല സെഷൻ ആയിരുന്നു സാർ.
കുറെ കാര്യങ്ങൾ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനും ഇത്തരത്തിലുള്ള ഒരു പൈതൃകത്തിൽ ഒരു ഊറ്റം കൊള്ളുന്ന ഒരു കുറച്ചത് കൂടുതലാണോ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഫെസ്റ്റിനൊക്കെ ഇവിടുന്ന് പോയാലും, നമ്മളിപ്പോ US-ലാണ്, അപ്പോ നമ്മൾ ആദ്യം പലതും എവിടെയെങ്കിലും ഒരു മലയാളി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് മിങ്കിൾ ചെയ്യാനോ കുറച്ചൊരു വിമുഖതയായിരിക്കും. പിന്നെ മലയാളിയെ കണ്ടാൽ തന്നെ എവിടെയെങ്കിലും ഒരു കണ്ണൂരുകാരനെ കാണുമെന്നുള്ളത് തപ്പാൻ നോക്കും. അപ്പോ അത്തരത്തില് കുറെ രീതിയിലുള്ള വയസ്സുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഈ റേസിന്റെ കാര്യം അത് നമുക്ക് ഇവിടെ ഒരുപാട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോ എന്റെ മോന്റെ കൂടെ കളിക്കുന്ന കുട്ടികൾ തന്നെ അവര് നമ്മളെ വീട്ടിൽ വൈറ്റ് ആയവര് നമ്മളെ വീട്ടിൽ വരുമ്പോ അവരുടെ പാരന്റ്സിന് ചെറിയ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 1-2 അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്നെ ഒന്ന് ഒരു സ്വയം ഒരു ചിന്ത നമുക്ക് അങ്ങനെ നമ്മുടെ എത്രയധികം ബെനിഫിറ്റ് ഉണ്ടാവും നമ്മൾ ബയസ്ഡ് അല്ലെങ്കിൽ എന്നുള്ളത് സാർ പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെ ഇല്ലാതെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാവും എന്നുള്ളത് കുറച്ചും കൂടി ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ഔട്ട്കം. അപ്പൊ ഇത്തരം നല്ലൊരു സെഷനുമായി ഇവിടെ എത്തിച്ചേർന്നതിന് സാറിന് നന്ദി പറയാണ്. അതേപോലെ ഇങ്ങനെ ഒരു സെഷൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന സാബു സാറിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു. US-ലാണ് അല്ലേ? US-ലാണ് സാർ, ഇപ്പൊ ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡ. ഓക്കെ. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. താങ്ക് യു. താങ്ക് യു സർ. അനിൽ സാറെ കുറെ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു അവസരം. നല്ല ഒത്തിരി ഓർമ്മപ്പെടുത്തലുകളായിരുന്നു, കുറച്ച് തിരിച്ചറിവുകളും. ആ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം മെഡിറ്റേഷനിലും ആ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അവരുടെ അഭിനയങ്ങളും ആ രംഗങ്ങളും ഒക്കെ ശരിക്കും റിപ്പീറ്റ് ചെയ്തു. ഞാനിപ്പോ ഓർക്കത്ത് പോയി, സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഈ എൻ്റെ സംസ്കാരം, എൻ്റെ ജാതി, എൻ്റെ നിലവാരം. ഞാൻ ആക്ച്വലി ബിയാസിന് കണ്ടിരുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് അതോ ഇതോ, ഇത് ഏതാണ്, എ ആണോ ബി ആണോ എന്ന് സംശയിക്കുന്നത് പോലെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി വിപുലമായ ഒരു അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ബിയാസ് എന്ന വാക്ക് ഉപയോഗിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ഒരു ഔന്നത്യഭാവത്തിലാണ് എല്ലാം കാണുന്നത്. ഞാൻ, എൻ്റെ ആ പെരുമ, എൻ്റെ മഹിമ, അല്ലെങ്കിൽ ആ ഒരു ഉച്ചനീചത്വത്തിൻ്റെ ഒരു തട്ട് തോന്നുന്നത്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച ഏതെങ്കിലും മനുഷ്യൻ ആ ഉച്ചസ്ഥായിയിൽ ജനിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തില്ലല്ലോ. എല്ലാം പ്രകൃതി എന്നുള്ള ദാനമല്ലേ. ഞാനായത് എൻ്റെ ഒരു മിടുക്ക് കൊണ്ടല്ല. ഈ കുടുംബത്തിൽ ജനിക്കാൻ എൻ്റെ പേരൻസിന് സെലക്ട് ചെയ്യാനൊന്നും എനിക്ക് അവസരം കിട്ടിയില്ല. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറിയിരുന്നെങ്കിൽ എൻ്റെ അയൽപക്കത്ത് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിൽ എന്ന് പറയുന്ന ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത്, ആ വംശത്തിൽ, ആ സിറ്റുവേഷനിൽ ഞാൻ ജനിച്ചു വളർന്നേനെ ഇല്ലേ. അപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നവരെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ വാസ്തവത്തിൽ ഇന്നത്തെ മെഡിറ്റേഷനിൽ ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. ഈ പെരുമാറ്റ രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ ഞാൻ ഓർത്തു. വാസ്തവത്തിൽ ഒരു നിമിഷമൊക്കെ സ്വയം ചിന്തിച്ചാൽ എത്ര നിസ്സാരനാണ് നമ്മളും, അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ കണ്ട ഏറ്റവും നിസ്സാരനെ പോലെ തന്നെയുള്ള ഒരാളാണ്. അപ്പോ ഒരൗന്നത്യത്തിനും ഒരു സ്ഥാനവും ഒരിടത്തും ഇല്ല. എല്ലാവരും സമന്മാര്. വാസ്തവതയില്ലേ. അങ്ങനെയൊക്കെ ഒത്തിരി ഓർമ്മപ്പെടുത്താൻ എൻ്റെ ചിന്തകളെ തന്നെ ഒന്ന് മതിച്ച് തിരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടി. താങ്ക് യു സർ. ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ട പ്രത്യേകം അഭിനന്ദനവും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വൈൻഡപ്പ് ചെയ്യാം. സോ വളരെ നാളുകൂടി സാറ് നമ്മളെ കൃത്യമായിട്ട് ബയാസ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. എപ്പോഴും ബയാസിന്റെ ഒരു വലിയ പ്രശ്നത്തിലാണ് നമ്മൾ, അല്ലെ? ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും ഒക്കെ എവിടെയും പ്രത്യേകിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ അത് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അവിടെയാണ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റേണ്ടത്. ഇങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ലാതെ മൈൻഡ്ഫുള്ളായി നിൽക്കാനുള്ള ഒരു പടി മുന്നോട്ട് പോകാൻ
സാർ തന്ന എല്ലാ ക്ലാസ്സുകൾക്കും നന്ദി പറയുന്നു. താങ്ക് യു സർ വൺസ് അഗെയിൻ. Okay, thank you. Yeah. Okay, have a nice evening and a good night to you, night. everybody. Yeah. Okay, bye bye. Thank you. Bye. Thank you. Bye. Bye bye. Thank you, Sabu sir. Bye bye.